നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ്, ദെൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ മെയിൻസിൻ്റെ ഒഫീഷ്യൽ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒഫീഷ്യൽ സിലബസ് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇത് വളരെ 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 കോമ്പറ്റീഷൻ കൂടുതലുള്ളൊരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാ ഈ കാണുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്ന് 17 മാസമായി. അതായത് 2023 ഏപ്രിൽ മാസത്തിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ 2024 സെപ്റ്റംബറാണ്. 17 മാസമായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. ഇനി റാങ്ക് ലിസ്റ്റിന് 19 മാസം കൂടെ കാലാവധിയുണ്ട്. ഈ 17 മാസം കൊണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ വെറും 247 അഡ്വൈസ് വരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പോയിട്ടുള്ളൂ. അപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് ആദ്യമേ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പറയാം. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നോക്കുക. ഇതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ എടുക്കുകയാണ്. കാറ്റഗറി നമ്പർ 57/2021. അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021. ഇവിടെ പലർക്കും ഒരു ഡൗട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ, അവരവരുടെ ജില്ലകളിൽ കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, എല്ലാ ജില്ലകളിലും എന്ത് കിട്ടും, ജോലി കിട്ടും. പക്ഷേ കൂടുതൽ സാധ്യത എവിടെയാണ്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ്. അതായത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ നമുക്ക് എവിടേക്കാണ് നമുക്ക് ജോലി കിട്ടുന്നത്? ഒന്ന് നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാണ്, കണ്ടായിരുന്നു, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. അത് കഴിഞ്ഞ് കേരള PSC കമ്മീഷൻ. PSCക്ക് എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്, സെക്രട്ടേറിയറ്റും എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്. ദെൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, പിന്നെ അത് കഴിഞ്ഞടുത്ത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്. അപ്പോൾ ഇത്രയും സ്ഥലത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് അഡ്വൈസ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഇത് പഴയ സ്കെയിലാണ്. പുതിയ സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സാലറി ഉണ്ട്, 39,000 പ്ലസ് ആണ് ബേസിക് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല അടിപൊളി പോസ്റ്റാണ്. അത്യാവശ്യം നല്ല, അതായത് നമ്മുടെ ഡിഗ്രി ലെവലിൽ നടത്തുന്ന കേരള PSC നടത്തുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മൂന്നാമത്തെ പോസ്റ്റാണ് ഇത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. ഒന്ന് KAS ആണ്, 2 LSCS ആണ്, 3 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ്. അപ്പോൾ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് നമ്മുടെ ഹിസ്റ്ററി വന്നിട്ട് എത്ര മാർക്കാണ്? 5 മാർക്കാണ്, 10 മാർക്കാണ്. ഹിസ്റ്ററിക്ക് 10 മാർക്കുണ്ട്. അത് കഴിഞ്ഞ് ജോഗ്രഫി 5 മാർക്കാണ്, എക്കണോമിക്സ് 5 മാർക്കാണ്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്കാണ്. അടുത്ത IT വന്നിട്ട് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, IT 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. അപ്പോൾ ഇവിടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ കട്ട് ഓഫ്, മുമ്പത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഒരു 50 ആ റേഞ്ചൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 3 കൂടെ ചേരുമ്പോൾ തന്നെ എത്ര മാർക്കായി? 50 മാർക്കായി. ഇന്ന് വരെ നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് GK പാർട്ട് നല്ല പാടാണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്തിട്ടില്ല, ഘടിപ്പിച്ചിട്ടില്ല. സോ ഇവിടെ നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സ്ട്രാറ്റജി. പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി അതാണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നന്നായിട്ട് വർക്ക് ചെയ്യുക, മാക്സിമം മാർക്ക് ഇവിടെ സ്കോർ ചെയ്യുക. GK പാർട്ട് അറിയാവുന്നുള്ള മാത്രം അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് കുറയ്ക്കുക. അപ്പോൾ തന്നെ പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇനി പ്രിലിംസിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ നോക്കുക, ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി ഏതൊക്കെ വരുന്നു? ഒന്ന് കേരള ഹിസ്റ്ററിയാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഈ ഫുൾ സിലബസ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇട്ടേക്കാം. അപ്പോൾ പ്രിലിംസ് മെയിൻസിൻ്റെ സിലബസ് ഇട്ടേക്കാം. ആർക്കെങ്കിലും സിലബസ് വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എല്ലാ യൂട്യൂബിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കമൻറ്റ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ലിങ്ക് കാണാം. അപ്പോൾ ഇവിടെ കേരള ഹിസ്റ്ററി വന്നിട്ട് എത്ര മാർക്കാണ്? കേരള അല്ല, ഹിസ്റ്ററി മൊത്തം 10 മാർക്കാണ്. കേരള 5, ഇന്ത്യ 5, വേൾഡ് 5. കേരള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് പറയുന്നില്ല. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇത് 3 കൂടെ ചേർത്ത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മാർക്ക് ഇതിനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ കേരള ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. 3 കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ്. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മൾ ജോഗ്രഫിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ജോഗ്രഫി മൊത്തം 5 മാർക്കാണ്. അപ്പോൾ ജോഗ്രഫി ഏറ്റവും അധികം പഠിക്കാനുള്ളത് ജോഗ്രഫിയാണ്. കടൽ പോലും സാധനം കിടപ്പുണ്ട്. പക്ഷേ എല്ലാം പഠിച്ചാലും എത്ര മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? 5 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രാറ്റജി എന്താണ്?
ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കേരള ജോഗ്രഫി നോക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി നോക്കാനുണ്ട്, വേൾഡ് ജോഗ്രഫി നോക്കാനുണ്ട്. മൊത്തം 5 മാർക്കാണ്. നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക്സ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, 5 മാർക്ക് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് നാഷണൽ ഇൻകം, പിന്നെ പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ്, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പറഞ്ഞങ്ങ് പോവും. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് സിവിക്സ് ആണ്. സിവിക്സ് വന്നിട്ട് അതായത് അഡ്മിനിസ്ട്രേഷൻ ബാക്കിയെല്ലാം വരുന്ന സിവിക്സ് വന്നിട്ട് എത്ര മാർക്കാണ്? 5 മാർക്കാണ് വരുന്നത്. 5 മാർക്ക്. നെക്സ്റ്റ് വൺ അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. അവിടെ മാക്സിമം മാർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ പറ്റും. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, പൗരത്വം, കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. നെക്സ്റ്റ് വൺ അടുത്ത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. മാർക്ക് അടിച്ചെടുക്കാനുള്ള ഏറ്റവും സൂപ്പർ സാധനം ഇവിടെ മനസ്സിലാക്കുക. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ നിങ്ങൾ ഫുള്ള് നോട്ട് എഴുതിയാൽ തന്നെ കൂടിപ്പോയാലൊരു 30 പേപ്പറേ വരത്തുള്ളൂ. ഈ 30 പേപ്പർ പഠിച്ചാൽ 10 മാർക്കാണ്. അപ്പോൾ ഫുള്ള് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 8 മാർക്കെങ്കിലും പോട്ടെ, 7 മാർക്കെങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാം. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ നോട്ട്സ് പതുക്കെ വരുന്നുണ്ട്, ക്ലാസ് പതുക്കെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നേരെ നമ്മൾ താഴേക്ക് പോകുമ്പോൾ IT 5 മാർക്കാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ്, അതെല്ലാം കൂടെ ചേർത്തിട്ട് 5 മാർക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. ഇതിലെല്ലാം കറണ്ട് അഫയേഴ്സും കൂടെ സാധാരണ വരാറുണ്ട്. ISRO, പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതൊക്കെ ചേർത്തിട്ട് 5 മാർക്ക്. ഇനി നെക്സ്റ്റ് വൺ അടുത്ത് മാത്സ് 20 മാർക്കാണ്. രാജാവാണ്, മാത്സ് 20 മാർക്കാണ്. അടുത്ത ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്കാണ്. മാത്സ് മെൻറ്റബിലിറ്റിനെ ചേർത്ത് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്. അത് കഴിഞ്ഞ് മലയാളം വന്നിട്ട് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഇതാണ് പ്രിലിംസിൻ്റെ സിലബസ്. ക്ലിയർ ആണ്. അവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്, മാത്സ് 20 മാർക്കുണ്ട്, മലയാളം 10 മാർക്കുണ്ട്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്കുണ്ട്. സിമ്പിളായിട്ട് ഇവിടെ തന്നെ നമുക്ക് 60 മാർക്ക് നമുക്ക് കിട്ടും. ഇവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. എന്നിട്ട് ഈ കിട്ടിയ മാർക്ക് GK പാർട്ടിൽ കൊണ്ട് കളയാതിരിക്കുക, നെഗറ്റീവ് കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. പ്രിലിംസ് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം. ഇനി മെയിൻസിൻ്റെ സിലബസിലേക്ക് നമ്മൾ വരുമ്പോൾ ഓക്കെ, മെയിൻസിൻ്റെ സിലബസ് ആണ് ഈ കാണുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ സിലബസ്. അപ്പോൾ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. ഹിസ്റ്ററി നിങ്ങൾ നേരത്തെ പ്രിലിംസിന് പഠിച്ച ആ സെയിം സാധനം തന്നെയാണ് ഹിസ്റ്ററിക്ക് വരുന്നത്, 5 മാർക്ക്. ജോഗ്രഫി നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് പഠിച്ച സെയിം സാധനം ജോഗ്രഫി 5 മാർക്കാണ്. എക്കണോമിക്സ് പ്രിലിംസിന് പഠിച്ച സെയിം സാധനം 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം സാധനം 5 മാർക്കാണ്. കേരള ഗവർണൻസ് പുതിയതായിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ LDക്കൊക്കെ പഠിക്കുന്ന സെയിം സാധനം കേരള ഗവർണൻസ്. അത് കഴിഞ്ഞ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പുതിയ ടോപ്പിക്കാണ്, പ്രിലിംസിനകത്തില്ല. പിന്നെ ഫിസിക്സ് പുതിയ ടോപ്പിക്കാണ്, പ്രിലിംസിനകത്തില്ല. കെമിസ്ട്രി പുതിയ ടോപ്പിക്കാണ്, പ്രിലിംസിനകത്ത് ഇല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് വന്നിട്ട് പുതിയ ടോപ്പിക്കാണ്, പ്രിലിംസിനകത്തില്ല. അതായത് സെക്രട്ടേറിയറ്റിൻ്റെ അസിസ്റ്റൻ്റ് പ്രിലിംസും മെയിൻസും തമ്മിലുള്ള മാർക്ക് വ്യത്യാസം എത്രയാണ്? മെയിൻസിന് എത്ര ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ട്, എത്ര മാർക്കിന് പുതുതായിട്ട് പഠിക്കാനുണ്ട്? ഇവിടെ 10, ഇവിടെ 6, പിന്നെ ഇവിടെ 3, ഇവിടെ 3, അത് കഴിഞ്ഞ് ഇവിടെ 5. അപ്പോൾ എത്ര മാർക്കായി? 10, 16, 19, 22, 27 മാർക്ക് മെയിൻസിന് പുതുതായിട്ട് പഠിക്കാനുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്, പ്രിലിംസ് പ്ലസ് ഈ 27 മാർക്ക്. പക്ഷേ ഈ 27 മാർക്ക് LDക്ക് എല്ലാവരും പഠിക്കുന്ന സെയിം സാധനമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? നമുക്ക് പഠിച്ചാൽ മതി. ഈ മെയിൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ സിലബസ് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സെയിം സാധനം കണ്ടോ, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫി ആണെങ്കിലോ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. എക്കണോമിക്സ് പ്രിലിംസിൻ്റെ സെയിം സാധനം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്, പ്രിലിംസ് പ്ലസ് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പറയുന്നുണ്ട്. അതായത് അമെൻമെൻറ്റ്സ്, പിന്നെ അത് കഴിഞ്ഞ് ബാക്കി അഡ്വക്കേറ്റ് ജനറൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എന്നാലും ഇത് LDക്ക് പഠിക്കുന്ന സെയിം സാധനമാണ്. വലിയ വ്യത്യാസമൊന്നും ഇതിനകത്ത് എന്തില്ല, വരുന്നില്ല. നെക്സ്റ്റ് വൺ അടുത്ത് കേരള ഗവർണൻസ് പുതിയ ടോപ്പിക്കാണ്. പിന്നെ പബ്ലിക് ഹെൽത്ത്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഈ കാണുന്നതാണ് സിലബസ്. ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ്, ഡിസീസസ്, കേരള പദ്ധതികളുണ്ടല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ, അതൊക്കെ ചേർന്ന് വരുന്ന ഇത്. അടുത്ത ഫിസിക്സ് വന്നിട്ട് 3 മാർക്കാണ്. കെമിസ്ട്രി വന്നിട്ട് 3 മാർക്ക്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ വന്നിട്ട് അത് നേരത്തെ ഞാൻ മാർക്ക് പറഞ്ഞായിരുന്നു. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു. എത്ര മാർക്ക്? 5 മാർക്കാണ്. പ്രിലിംസിന് 10 മാർക്കായിരുന്നു, ഇവിടെ 5 മാർക്കാണ്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് താഴേക്ക് വരുമ്പോൾ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പറഞ്ഞു. പിന്നെ IT സെയിം സാധനം, പ്രിലിംസിൻ്റെ സെയിം സാധനം. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് പുതിയതാണ്, അതായത് വിവരാവകാശ നിയമം, പിന്നെ റൈറ്റ് ടു പബ്ലിക് സർവീസസ്, പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, LDക്ക് പഠിക്കുന്ന സെയിം സാധനം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പ്രിലിംസിൻ്റെ സെയിം സിലബസ്. അപ്പോൾ ഇത്രയുമാണ് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ മെയിൻ സിലബസ് വരുന്നത്. അപ്പോൾ പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമൊക്കെ മാർക്ക് ഇച്ചിരി കുറവാണ്. അവിടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും ഒരു 5 മണിക്കൂർ വെച്ച് പഠിച്ചാൽ, അതായത് പഠിക്കേണ്ട എങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ഒരിക്കലും മറക്കരുത്. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുക. മുമ്പ് പഠിച്ച 5 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക, റിവിഷൻ കൊടുക്കുക. എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ്ട, ഞാനാണ് പറയുന്നത്, ആദ്യത്തെ ഒരു 10 റാങ്കിനകത്ത് നിങ്ങളുടെ പേര് വന്നിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ സിലബസ് വരുന്നത്. ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സിലബസ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക, അതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലെ സിലബസ്, പുതിയ നോട്ടിഫിക്കേഷൻസ്, എല്ലാ അപ്ഡേറ്റും നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. റെയിൽവേ എക്സാംസ് ഏതോ ആയിക്കോട്ടെ, എല്ലാ നോട്ടിഫിക്കേഷനുമായിട്ടും എല്ലാ എക്സാമുമായിട്ടും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. സോ നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.